ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അജോമി സ്റ്റുഡിയോ. എളുപ്പത്തിലൊരു നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായി കഴുകി വൃത്തിയാക്കിയ നാരങ്ങ ഇളം ചൂടുവെള്ളത്തിൽ 4 മുതൽ 5 മിനിറ്റ് നേരം തീ മീഡിയം ഫ്ലെയിമിലിട്ട് തുടർച്ചയായി ഇളക്കി കൊടുക്കുക. നാരങ്ങയുടെ തോട് ചെറുതായി പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് വെള്ളം മുഴുവൻ ഊറ്റിക്കളയുക. ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള തുണി ഉപയോഗിച്ച് നാരങ്ങയുടെ വെള്ളം മുഴുവനായി തുടച്ചു നീക്കണം. ചൂടാറിയ ശേഷം ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അല്പം വലിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 8 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മാറ്റിവെക്കുക. ഇനി അച്ചാറിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം എടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളി അല്പം നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കുക. കൂടെ കടുകും കൂടെ ഇട്ട് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അതിലേക്ക് കറിവേപ്പില, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കൂടെ കുറച്ച് ഉപ്പും ചേർത്ത് ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടിയും ചേർക്കുക. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വിനാഗിരിയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഇളക്കുക. പഞ്ചസാര ഓപ്ഷണലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന നാരങ്ങ അധികം പഴുക്കാത്തതായതുകൊണ്ടാണ് പഞ്ചസാര ഇട്ട് യോജിപ്പിച്ചത്. ഇനി നമ്മൾ അരിഞ്ഞ് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. അച്ചാറുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ്, പാത്രങ്ങൾ, കത്തി ഇവയിലെല്ലാം വെള്ളമയമില്ല എന്ന് ഉറപ്പുവരുത്തണം. കേടുകൂടാതെ കുറേക്കാലം ഉപയോഗിക്കാൻ വേണ്ടിയാണ്. വീട്ടിലുണ്ടാക്കുന്ന അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.